although I've had കുറേ പേര് പറയും ഇടവേളകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ബ്രേക്കുകൾ ഉണ്ടായിരുന്നു, യു ആർ നോട്ട് ഹിയർ. ഐ വാസ് ലൈക്ക് സിൻസ് ഞാനിപ്പം റീസെൻ്റ്ലി പറയായിരുന്നു, ഞാൻ 2015 തൊട്ട് 21 വരെ ഞാൻ ബ്രേക്ക് എടുത്തിട്ടില്ല. A comeback is always received well. I feel any even if you look at dated actors, female actors. Sir Prasham, when he called me to cast for Meow, this was the exact question that I had him. Finally, we're directly connecting. I'm really hoping that if this combination works out, it will be another നല്ല കോമഡി പെയർ. എനിക്ക് തോന്നുന്നു എൻ്റെ ഹ്യൂമർ വരുന്നത് ഞാൻ അത്രയ്ക്ക് സീരിയസ് ആവുമ്പോഴാണ്. ഹാസ് ഡൂയിങ് സിമീസ് റോൾ ഇൻ ഭ്രമം ഗിവൺ ഗ്രോത്ത് ടു മീ ആസ് എൻ ആക്ടർ? ആബ്സല്യൂട്ട്ലി യെസ്. ഞാൻ അത് മാത്രമല്ല ശ്രദ്ധിക്കുന്നുണ്ട്. ദ ക്യൂ ഷോ ടൈമിൽ മംത മോഹൻദാസ്, വെൽക്കം. താങ്ക് യു. മംതയുടെ കരിയർ തുടങ്ങുന്നത് 2005-ലാണ്. ഒരു വലിയ എൻട്രി ആയിരുന്നു സിനിമയിലോട്ട് കിട്ടുന്നത്. ഹരിഹരൻ സാറിൻ്റെ സിനിമ, ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ, വലിയൊരു സ്പേസ് ആയിരുന്നില്ല ഒരു പെർഫോമർ എന്ന രീതിയിൽ. തീർച്ചയായിട്ടും. ആ സമയത്ത് ഞാനൊരു ഗൾഫിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. ആക്സസ് ടു മലയാളം സിനിമ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് എന്നാലും 2 തവണ, ഒരു തവണ ബഹ്റിനും ഒരു തവണ നാട്ടിൽ വന്നപ്പോഴും 2 തവണ സർഗം തിയേറ്ററിൽ കണ്ട ആളാണ് ഞാൻ. അതിനൊരു പ്രത്യേക റീസണും ഉണ്ടായിരുന്നു, മ്യൂസിക് ആൻഡ് ഹിസ് ഫിലിം സ്റ്റൈൽ. നാടിനോടും കേരളീയ ഒരു ഫീൽ കുറച്ചുകൂടെ അധികം ഓത്തന്റിസിറ്റി കൂടുതൽ ഉള്ള സ്റ്റോറീസ് ഉണ്ടാക്കുന്ന ആളായിരുന്നു ഹരിഹരൻ സർ. ആൻഡ് ഐ ന്യൂ ഹിം ഓൾറെഡി, യു സീ. സോ ദ നമ്പർ ഓഫ് ഫിലിംസ് ദാറ്റ് ഐ വാച്ച്ഡ് വാസ് വെരി റെയർ. Time goes on and I moved to Bangalore. Graduation vannu, and out of the blue getting an opportunity to audition for a film with him, which I still did not think that I will do the film. ഞാൻ സാറിനെ മീറ്റ് ചെയ്യണം. സാറിന് അവരെ സൈഡ് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കോൾ വന്നപ്പോഴും ഓഡിഷൻ ഒരു ഇത് വന്നപ്പോഴും ഞാൻ സാറിനെ മീറ്റ് ചെയ്യണം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട, സാറിനെ മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പോയതാണ്. പക്ഷേ ഇറ്റ് വാസ് ജസ്റ്റ് എ ഫിനോമിനൽ മീറ്റിംഗ് ആൻഡ് ദെൻ ഇവൻച്വലി ദ ഫിലിം ഹാപ്പൻഡ്. അപ്പം ഫോർ സമൺ ലൈക്ക് മീ, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദാറ്റ് വാസ് എ ബിഗ് ബ്രേക്ക്, ഒരു ഫിനോമിനൽ ബ്രേക്ക് ആയിരുന്നു. ഹരിഹരൻ സാറിൻ്റെ കൂടെ ഒരു ലോഞ്ച് കിട്ടുക എന്ന് പറയുന്ന ഒരു ഹീറോയിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് വെരി ബിഗ് അറ്റ് ദാറ്റ് ടൈം. ബട്ട് ഡിഡ് മയൂഖം റിസീവ് ദ റീച്ച് ഇറ്റ് ഷുഡ് ഹവ് gotten at that time, accolades that it should have gotten at that time for even being a female centric film? സാറും പറഞ്ഞായിരുന്നു ദാറ്റ് സാറ് ചെയ്തിരിക്കുന്ന ഒരുപാട് സിനിമകളിനേക്കാളും മുന്നിലായിരുന്നു ഇന്ദിര എന്ന് പറഞ്ഞ മയൂഖത്തിന്റെ സ്റ്റോറി ആസ് വെൽ ആസ് ഇന്ദിര എന്ന് പറയുന്ന കഥാപാത്രം. പക്ഷെ അതിന് എത്തേണ്ട അടുത്ത് അത് എത്തിയില്ല എന്നുള്ളൊരു സാഡ് ഒരു ഇത് സാറിന് ഉണ്ടായിരുന്നു. ബട്ട് ഹി വാസ് വെരി ഹാപ്പി വെൻ ഐ ഡിസൈഡഡ് ടു pursue acting after a lot of deliberation. And when I had my first success, sir adu acknowledge ചെയ്യാൻ വേണ്ടിയിട്ട് appreciate ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. So that to me is my way of saying thank you to him. ഈ ഒരു മ്യൂസിക്കിനോടുള്ള ഇഷ്ടത്തിന് അപ്പുറത്തോട്ട് സിനിമ അല്ലെങ്കിൽ അഭിനയം അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. I never thought I was cut out for cinema. ഒരു വിഷ്വൽ സ്ട്രീമിൽ വേണ്ടിയിട്ടൊരു ഞാൻ ഇതുവരെ എന്നെ സെൽഫ് അതിനു വേണ്ടി ഗ്രൂം ചെയ്തിരുന്നില്ല. what I'm saying. Times have changed now. ഇന്നത്തെ തലമുറ it's very very different. The exposure they get, the social pressure that they have, in fact even at school level to look good has significantly increased. I was a fat kid in school. There was no അങ്ങനെ ഒരു മോഹം പോലും എനിക്ക് ഒരിക്കലും അത് കഴിയില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം. സോ but here I am. ഒരു അഭിനേതാവ് അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടൊരു പെർഫോമർ എന്ന രീതിയിലുള്ള ഒരാളുടെ വളർച്ചയ്ക്ക് ഒരു കുട്ടിക്ക് സമാനമാണല്ലോ, പഠിച്ച് അറിഞ്ഞ് വളർന്നു വരികയാണല്ലോ. അപ്പോൾ അത്തരത്തില് മംത ഇന്ന് നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ മംത കാണുന്ന സിനിമ അല്ലെങ്കിൽ മംതയെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നത് എത്രമാത്രം വലുതാണ്? ഞാൻ ഓൾ ഫോംസ് ഓഫ് കോണ്ടന്റ് കാണുന്ന ആളാണ്. ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് ഇന്ന് ഹീറോന്റെ പടം മാത്രമേ ഇഷ്ടമുള്ളൂ അതോ ഇന്ന് ജോണർ മാത്രമേ ഇഷ്ടമുള്ളൂ. ബിക്കോസ് ഐ ഹവ് നെവർ ബിൻ ലൈക്ക് ദാറ്റ്. എപ്പോഴും കുറച്ച് വേൾഡ്ലി ആയിരുന്നു. അപ്പം റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ലാംഗ്വേജ് ഇറ്റ് ഇസ് ഇൻ, പണ്ട് തൊട്ടേ, ബിക്കോസ് എൻ്റെ ആക്സസ് ടു കോണ്ടന്റ് അങ്ങനെയായിരുന്നു പുറത്തായതുകൊണ്ട്. എക്സെപ്റ്റ് അറബിക് സിനിമ ബിക്കോസ് ഓഫ് സെവറൽ ലിമിറ്റേഷൻസ്. കാരണം വിഷ്വൽസ് മാത്രമേ മനസ്സിലാവുള്ളൂ അൺലെസ് ഇറ്റ്സ് സബ് ടൈറ്റിൽ. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ടു അണ്ടർസ്റ്റാൻഡ്. ബട്ട് I think even when I was small I have watched German, French films.
അതായിരുന്നു കൂടുതൽ ആക്സസ് ദാൻ ഗെറ്റിംഗ് നമ്മുടെ നാട്ടിലെ മലയാളം സിനിമകളുടെ VHS വെയിറ്റ് ചെയ്യണം കിട്ടാൻ. പഠിത്തവും ഒരു വലിയൊരു ഭാഗമാണല്ലോ ആ സമയത്തിൽ. സോ ആക്സസ് കുറവായതുകൊണ്ട് ഞാൻ കാണുന്നത് എന്നും ഇന്റർനാഷണൽ കോണ്ടന്റ് ആയിരുന്നു പല രീതിയിലുള്ള. അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സിനിമയെ പലതരത്തിലും ഒരു ഫ്രം എ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാനും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കഥാപാത്രങ്ങൾ ഇത്തരത്തിൽ മാത്രമായിരിക്കണം എന്നുള്ളൊരു ബിലീഫ് എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണ്. ഇപ്പം ഞാനൊരു റീസെന്റ് ഫിലിം ചെയ്ത ഭ്രമം ചെയ്യുമ്പം I get questions as though it's something that was very difficult to handle. I'm like, it is not, I don't view it as something that was so difficult to handle. എൻ്റെ കാഴ്ചപ്പാടിൽ what is difficult to handle is something else. അതെനിക്ക് ചെയ്യണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ട്. So maybe this is my journey towards getting to that point. So today I believe that cinema is changing in many ways, locally as well. And അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഓപ്പണിംഗ് അപ്പ് ഓഫ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ആണ്. Predominantly Amazon and Netflix, right? First പിന്നെ ലോക്കൽ ഫിലിംസ് ആർ റീച്ചിങ് ഇൻ ഡിസ്നി, ഹോട്ട്സ്റ്റാർ, Z5 അങ്ങനെയൊക്കെ പടങ്ങൾ പോകുന്നു. സെൻസർ ഒരു വിഷയമല്ല. Female oriented characters, like different types of roles for women can be explored now. Bold ആയിട്ട് എഴുതാൻ പറ്റും. We don't need to ഒരു ഇൻഹിബിഷൻ വേണ്ട. പക്ഷെ എന്നാലും ആ ബിസിനസ്സിലും ഉണ്ട് കുറച്ച് ഡിലേസ് ഇൻ പ്രസന്റേഷൻ ആൻഡ് there are no takers for it. It's sad, but we are part of a change, and ആ ചേഞ്ചിന്റെ ഭാഗം സിനിമയുടെ അന്നും ഇന്നും റെലവെന്റ് ആയിരിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. 15-16 years ആയിട്ട് ഇപ്പോഴും റെലവെന്റ് ആയിട്ട് മെയിൻ സ്ട്രീം ഫീച്ചർ ഫിലിംസിൽ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ വിജയം. Although I've had കുറേ പേര് പറയും ഇടവേളകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ബ്രേക്കുകൾ ഉണ്ടായിരുന്നു. You were not here. I was like, since ഞാനിപ്പം റീസെന്റ് പറയായിരുന്നു ഞാൻ 2015 തൊട്ട് 21 വരെ ഞാൻ ബ്രേക്ക് എടുത്തിട്ടില്ല. I've been continuously working, so don't see it as though I'm not here. I've been here only. തമിഴിൽ പോലും ഞാൻ പോയിട്ട് ഇടയ്ക്ക് 2 ഫിലിംസേ ചെയ്തിട്ടുള്ളൂ. So yeah, the way I perceive films is my inspiration is definitely world content. So I can't say it is only what is happening here. I should, although ഞാൻ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കണം ടു വാച്ച് ലോക്കൽ കോണ്ടന്റ്. അത് കൂടുതൽ എന്നെ പുഷ് ചെയ്ത് പറയുന്ന മമ്മി തന്നെയാണ്. ഷീ വാച്ചസ് എ ലോട്ട്, ബിക്കോസ് ഐ തിങ്ക് മലയാളം സിനിമ ഈസ് ബീങ് വ്യൂഡ് ബൈ ദ വേൾഡ് നൗ, എസ്പെഷ്യലി ബിക്കോസ് വി മേക്ക് വെരി ഓണസ്റ്റ് ഫിലിംസ്. യൂണിവേഴ്സൽ ക്വാളിറ്റിയുടെ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നും അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം ഞാൻ ഐ വാസ് ഡൂയിങ് എ തെലുഗു ഫിലിം ആഫ്റ്റർ 10 years, and they were talking about our films, it was like, because recent films avarku kandittunde, and they were like, what do you people do there? How do you make it? I said, we've always been this good. We take pride in that. It's like how India sends our best doctors and IT people outside. Export. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്ത്യൻ സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ മലയാള സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ തന്നെ ഒരു അഭിനേത്രി, ഒരു നടി 16 വർഷത്തോളം ത്രൂ ഔട്ട് ഈ ഒരു ജേണിയുടെ സിനിമയുടെ ഒപ്പം നിൽക്കാന്ന് പറയുന്നതും അത്ര എളുപ്പമായ കാര്യമല്ലല്ലോ. അല്ല, റെലവെന്റ് ആയിരിക്കാനും സ്റ്റിൽ relevant, by relevant I means by being one of the main pillars that is holding mainstream cinema up. അത് നിലനിർത്താൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷെ അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് എൻ്റെ ചില ഇടവേളകളും കൂടെയാണ്. 1 year I'm gone, 1 year I'm back, 1 year I'm gone, 1 year I'm back. So a comeback is always received well. I feel any even if you look at dated actors, female actors who have been out of the industry for 15-20 years, when they come back wholeheartedly they receive. By then cinema has changed. സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്, കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. പ്രേക്ഷകൻ എങ്ങനെയാണ് ആ സിനിമ സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് മാറി. ഇന്ന് തിയേറ്ററിൽ മാത്രമല്ല, വീട്ടിലിരുന്ന് കാണാം. So there's so much liberty, there's so much freedom, access of അപ്പം ആ ഫ്രീഡം ഇൻക്രീസ് ആവുന്നതിന് തന്നെ along with that increase ആയിരിക്കുന്നു the freedom to create content which has no issues like censorship and all of that. So that is what gives you the freedom. That is where creativity actually begins. So I mean the new generation is really really lucky. പക്ഷേ they're also living a sort of എന്താ പറയാ ഒട്ടും ഫിയർ ഇല്ലാത്ത ഒരു way of living is also there, which can it has its good and bad.
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കരിയറിൽ ഉടനീളം എടുത്തു നോക്കിയാൽ തന്നെ പ്രമുഖരായ പല സംവിധായകര് ഇപ്പോൾ തുടങ്ങുന്നത് ഹരിഹരൻ സാറിൻ്റെ ഒപ്പമാണ്. പിന്നെ കമൽ സാർ, വേണു സാർ, ഇപ്പോൾ അമൽ നീരദ്, അതുപോലെ തന്നെ മുൻനിര താരങ്ങളുടെ ഒപ്പം ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ ഒരു ഫിലിമോഗ്രഫിയിൽ അല്ലെങ്കിൽ മമതയുടെ തന്നെ കരിയർ നോക്കി കഴിയുമ്പോൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയൊരു ബൂസ്റ്റ് ആയിരുന്നുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്. അതെ, അല്ല, ഓരോ സിനിമ കഴിയുമ്പോഴും അടുത്ത സിനിമയിലോട്ട് ഈ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും. ഐ മീൻ I've had my, see, as much as it's easy to talk about the climbs, but you should never talk about the failures. So every time I have climbed back up, there's been I've fallen 10 steps down as well. So ഞാൻ എന്നും എൻ്റെ മിസ്റ്റേക്സ് ഓർ മൈ ഫെയിലിയേഴ്സ് എംബ്രേസ് ചെയ്തിട്ടുണ്ട്, because it teaches me a lot. And it's not that you live being a victim of your failures, because you can't get disheartened. And എൻ്റെ ലൈഫിലും എൻ്റെ many experiences have taught me that, because you got to keep fighting, you got to keep coming back, pushing stronger. അപ്പം when I want to come back, there has to be someone to receive me as well, right? അത് എന്നും മലയാളം cinema has offered me, because this is where I have always believed that I feel we are the most complicated audience, right? We're the most critical audience. അപ്പോൾ being accepted by them, received by them, and അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല ഡയറക്ടേഴ്സ് എന്നെ ടൈം ആൻഡ് ടൈം അഗൈൻ കാണുന്നുണ്ട്. ദേ വാണ്ട് ടു വർക്ക് വിത്ത് മീ, പക്ഷേ ലെറ്റ് മീ വെയിറ്റ് ഫോർ ദ റൈറ്റ് കോണ്ടന്റ് ടു കോൾ ഹർ എന്ന് എനിക്ക് വേണ്ടി ചിന്തിക്കുന്ന ഡയറക്ടേഴ്സിനോടും എനിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. That way I've had the opportunity to work with several lovely directors. The Kamal sir, Satyanandikad sir, Hariharan sir, of course, Venu Chetan, I love him, and Amal, so many. And as much as I have worked with such seasoned directors, I also anticipate to work with certain other directors, who are I mean, Telangula, yes, I worked with, my first Telugu film was with Rajamouli sir. പക്ഷേ Tamil is an industry that I feel is just completely blindsided to my existence. I still believe in it. Even though I recently did one Tamil film, I still feel that, Enemy Chedu, but I still feel that they don't know me. And that is something that concerns me. It's always concerned me. But do I worry and sweat about it? No, I don't. അങ്ങനെ ഒരുപാട് കാലം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇതേ ചോദ്യം ഞാൻ എൻ്റെ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നതാണ് ലാൽ ജോസ് സർ. I was like, സാർ ഞാൻ അറിയുന്നില്ലേ ഞാൻ ഇവിടെ ഉണ്ട്. I want to work with him because I love the way he tells the stories. എനിക്ക് സാറിൻ്റെ ഫിലിംസിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. I'm an ardent fan of some of the characters that he's presented on screen. ഇക്ബാലിക്കയും കൂടെ ചേർന്നിട്ട് കൊണ്ടുവന്ന് ഡയമണ്ട് നെക്ലസിലെ I remember when Samrita's character, I had a personal connect, obviously, because I had been through my journey by that time. And then what was interesting was that somewhere ഒരു ഇന്റർവ്യൂല് സാറിൻ്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ എവിടെയോ വായിച്ചു ദാറ്റ് സാറിന് ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് സാറിന് ആ ക്യാരക്ടർ അങ്ങനെ എഴുതാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയി മാറി. അപ്പോൾ I was like, we are indirectly communicating. നമ്മൾ എന്ന് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാർ പ്രാവശ്യം when he called me to cast for Meow, this was the exact question that I had him. Finally, we're directly connecting. നമ്മൾ എപ്പോഴും indirect communication ആണ്. It's like when you say that when you have a certain kind of soul, you don't need to directly communicate, because you have a telepathic connection because you are a certain kind of person, or your soul is a certain way. So I believe that sir is also someone who's very telepathically energetically very communicated. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ശ്യാം പ്രസാദ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ഒന്നും പറയേണ്ട ആവശ്യമില്ല. I just read him. I just know what he wants. So all of that has helped me become a better actor. Their opportunities have always helped me gain my confidence back. അത് രണ്ട് തരത്തിൽ വ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. Some of them will say, oh, they felt sorry for you and casted you. പറയുന്ന haters are there. And some of them have said that you have so much potential and it's waiting to be tapped, and they saw it in you and therefore had you in their film. So both I like to leave to the unknown. All I know is that I'm putting my best effort forward. And ഞാനൊരു risk taker കൂടെയാണ് when it comes to characters like Brahmam. ഒന്നും ചെയ്യാൻ മടിക്കില്ല ഞാൻ.
And I don't have fear. Like I said, ഞാൻ ഉറ്റുനോക്കുന്ന കോംപ്ലിക്കേറ്റഡ് എന്ന് വിചാരിക്കുന്ന ക്യാരക്ടേഴ്സ് പൊതുബോധത്തിലെ കോംപ്ലിക്കേഷൻസ് അല്ല, അതിനപ്പുറത്തൊരു മമത കാണുന്ന കോംപ്ലിക്കേഷൻ വേറെയാണ്. കോംപ്ലിക്കേഷൻ അല്ല എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിനോട് അടുപ്പം തോന്നാനോ അത് പെർഫോം ചെയ്യാനുള്ള ആ ഒരു കുറച്ചുകൂടെ എഫേർട്ട്, കുറച്ചുകൂടെ തോട്ട് എന്നല്ല, യു നീഡ് ടു തിങ്ക് ഫോർ ദ ക്യാരക്ടർ because it should not look like something else that I already did. And I have to genuinely be able to feel like I am given the duty of that cop. You know, what is her temperament at that time? What has she gone through? Should she be, പോലീസ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനകത്തൊരു പെയിൻ ഉണ്ട്. there's something, there's a story that she has to tell. ഇതൊക്കെ അത്രയും മനസ്സിലാക്കിയിട്ട് സബ് ടെക്സ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സബ് ടെക്സ്റ്റ് ഉണ്ടാവണം മനസ്സിലാക്കാൻ. That's what I love to do. അപ്പം എല്ലാ ക്യാരക്ടേഴ്സും അത് തരണം എന്നില്ല. Okay, we are in this industry because I'm still relevant in the industry because I've also done irrelevant work. Okay, so some of them have been failures, some of them have helped me grow. So yeah. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലാൽ ജോസ് ചിത്രത്തിലാണ് ഇനി പുതിയതായിട്ട് സുലേഖ, മിയാവിലെ സുലേഖ, സുലു. അതെ, ഇപ്പൊ ലാൽ ജോസ് സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഒരു ഫിക്ഷണൽ ലാൻഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ. ഇപ്പൊ ഒരു ഫിക്ഷണൽ ലാൻഡിൽ അല്ലെങ്കിൽ കൂടി ലാൽ ജോസ് സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുന്ന പ്രേക്ഷകരുടെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റി എപ്പോഴും ലീവ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തില് കഥാപാത്രത്തോട് വന്നു കഴിഞ്ഞാൽ സുലേഖ എത്രമാത്രം പ്രിയപ്പെട്ടതാണ്? I think സുലേഖയുടെ ക്യാരക്ടർ I think is going to definitely be one of every married man's favorite. Maybe I can put it like that. Or any guy who wants to get married would probably want to have someone like Suleika. Someone who's chosen to make sacrifices but under conditions of her own. So കാരണം എവറിത്തിങ് കംസ് വിത്ത് അറ്റ് എ പ്രൈസ് എന്ന് പറഞ്ഞ ഒരു സാധനം സുലേഖ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഷീസ് നോട്ട് സമൺ ഹൂസ് ജസ്റ്റ് മൈൻഡ്ലെസ്ലി ഡിസൈഡഡ് ടു ഗെറ്റ് മാരിഡ് ടു ദസ്തഗീർ ഇൻ സ്പൈറ്റ് ഓഫ് ഒരു സർട്ടൻ സർക്കംസ്റ്റാൻസ് വരുന്നതുകൊണ്ട് തന്നെയാണ് ആ കല്യാണം നടക്കുന്നത്. ഇല്ലെങ്കിൽ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചേരേണ്ട രണ്ടുപേര് ആയിരിക്കില്ല. ഹീസ് കമ്മിങ് ഫ്രം എ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്, ഐ എം കമ്മിങ് ഫ്രം എ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്. ബട്ട് once we unite and once we have problems in the marriage, there is no question arising of whether she's going to stay in the marriage or not. But her stance is that I had certain conditions and you have ignored some of them. അപ്പം ആ കണ്ടീഷനിലാണ് പോകുന്നത്. അപ്പം ട്രെയിലറിൽ ചോദിക്കുന്നുണ്ട്, ചെറിയൊരു ഇതിന് ആരെങ്കിലും കെട്ടിയോനെയും മക്കളെയും അപ്പൊ ഞാൻ പറയും വിട്ടിട്ട് പോയിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, നിങ്ങളെ ദേഷ്യമൊക്കെ ഒന്ന് മാറട്ടെ. സോ സുലേഖ ത്രൂ ആണ് ദസ്തുവിന് പിന്നെ ഒരു സെൽഫ് റീഡിസ്കവറി ഉണ്ടാവുന്നത്. സോ ഐ തിങ്ക് എവറി മാൻ ഗോസ് ത്രൂ ദാറ്റ്. ഹാവിങ് ചിൽഡ്രൻ ആൻഡ് പൂച്ചയ്ക്കും സുലുയുടെ ക്യാരക്ടറിനും ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് പടത്തിന് മ്യാവ് എന്നൊരു ടൈറ്റിൽ വരുന്നത്. അപ്പൊ ഒരു പൂച്ച ഒരു it has a litter, അല്ലേ? And the way it cares for the kids and after some time the cat is someone who's selfish. cat dogs പോലെയല്ല. ഒരു പോയിന്റ് കഴിയുമ്പം കുറച്ച് ഇത് തന്നെയാണ്, എനിക്ക് എന്റെ കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോകണത്. അപ്പൊ അതുപോലെയുള്ള ഒരു ചെറിയൊരു ഇത് സുലുക്ക് ഉണ്ട്. So what is interesting is that having gone through a marriage, having had to let go of some of her dreams, have 3 kids, she's married under certain conditions, and she has wisened up very fast, whereas Dastagir is still on his way to getting wiser. So he's forgotten all the things that he thought he's learned, and he's ready for this, ready to jump. ഞാനൊരു പക്ഷേ ഇത് കഴിഞ്ഞാൽ ഞാനൊരു പെർഫെക്റ്റ് പേഴ്സൺ ആയി മാറും. സോ that doesn't happen the way he expected it to be. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ your base character always comes out, regardless of what happens. If this is how you are, this is how you've always been, this is how you will be. So അതൊക്കെ ഒന്ന് ചെറുതായിട്ട് സജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു, പക്ഷെ ഇതൊന്നും ഞാൻ ഇപ്പൊ പറഞ്ഞ കോംപ്ലക്സിറ്റീസ് ഒന്നും ഇല്ലാതെ ചിരിച്ചും രസിച്ചും കണ്ടുപോകാൻ പറ്റിയ ഒരു ടെയിലാണ് മ്യാവ്.
ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദസ്തഗീറും സുലു ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉറപ്പായിട്ട് ഈ സിനിമ ചേരാത്തൊരു ചേർച്ചയല്ലേ? അതെ നല്ല രസമല്ലേ? I love it. ഈ സിനിമ ആളുകളിൽ കണക്ട് ആവണമെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷനോട് വർക്ക്ഔട്ട് ആവണല്ലോ. അതെ, അപ്പൊ അതിലെങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്തെടുത്തത്? ആ കോമ്പിനേഷൻ വർക്കായോ ഇല്ലയോ എന്ന് പടം കണ്ട് റിസൾട്ട് വരുമ്പോഴല്ലേ അറിയുള്ളൂ. Because see, the first time me and Dilip Bhatt did films together, we didn't know if we would work as a pair. Now, the moment you say that it's a film with the two of us, there are people waiting to watch it. അതുപോലെ I want to have that, I hope to establish the same, because genre humor ആയതുകൊണ്ട് അല്ലേ. I love humor and Saubin should ace in humor, because when he comes on screen, I'm sure people are they know they'll get entertained. അപ്പൊ ഈ കോമ്പിനേഷൻ ഒന്നിക്കുമ്പോൾ എന്ത് രസം ഉണ്ടാവും. പക്ഷെ എന്നാലും അതൊരു ഫോസ്റ്റ് ഹ്യൂമറോ ഫോസ്റ്റ് കോമഡി ആയിട്ടുള്ള ഒരു ഫിലിമല്ല. ഒരു സാധാരണ കഥ പറഞ്ഞു പോകുന്നു. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ് പടത്തിലുള്ളത്. ന്യൂ ജനറേഷന്റെ പ്രശ്നങ്ങൾ പിള്ളേരും ഫേസ് ചെയ്യുന്നുണ്ട്. They are trying to become problem solvers, because they think they have grown up. But at the same time, ഉമ്മ ഒന്ന് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. So whose side should we take? എന്നുള്ള ഒരു complication which most kids do face in today's generation. So I'm really hoping that if this combination works out, it will be another നല്ല കോമഡി പെയർ, that is working out. Yeah, ഒരു പുതിയൊരു ഇതും കൂടെ, ഒരു പുതിയൊരു പെയറിംഗ് കൂടെ. I really hope that it will work. And like പണ്ട് ശ്രീനിയേട്ടനും ഉർവശി ചേച്ചിയൊക്കെ നിൽക്കുമ്പോൾ വരുന്ന ഒരു ഐ തിങ്ക് പാർവതി ആൻഡ് ശ്രീനിയേട്ടനെല്ലാം നിൽക്കുമ്പോ ഒരു ഫോട്ടോയിൽ എല്ലാവരും യെസ് വടക്ക് നോക്കി യന്ത്രത്തില് അതേപോലെയായിരുന്നു when we both stood together in that family picture. I'm like towering over him. അപ്പം അതിനോടൊക്കെ വരുമല്ലോ. ബിക്കോസ് ഈവൻ I have also personally undergone issues where if I was seeing someone who is shorter than me, he has a slight complex problem, അങ്ങനെയൊക്കെയുള്ള issues. So സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ, റൈറ്റ്? നമ്മുടെ മൈൻഡ് തന്നെ, our mind is what is creating our own devils. അപ്പം all of that is kind of nicely addressed in this film. ഈ പറഞ്ഞ പോലെ ഹ്യൂമർ കഥാപാത്രങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ പ്രത്യേകിച്ച് ഹ്യൂമർ കഥാപാത്രങ്ങൾ അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ ആർക്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മമതയെ കാണാൻ പറ്റാറുണ്ട്. ഭയങ്കര രസകരമായിട്ട് ഹ്യൂമർ ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ട് ഇത്രമേൽ കംഫർട്ടബിൾ ആവുന്നത്? എനിക്ക് തോന്നുന്നു എന്റെ ഹ്യൂമർ വരുന്നത് ഞാൻ അത്രക്ക് സീരിയസ് ആവുമ്പോഴാണ്. പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോഴാണ് ആ ഇംബാലൻസിലാണ് ഹ്യൂമർ കിടക്കുന്നത്. സോ that's what I hope to establish with this film. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഹ്യൂമർ ക്യാരക്ടേഴ്സിൽ തന്നെ ആക്ടിവിറ്റീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പൊ ഈ ആളുകളിൽ കണക്ട് ആവാൻ ഈ ചിരി വരുത്തുന്നതിൽ ഇപ്പൊ മൈബോസ് ആണെങ്കിലും ടു കൺട്രീസ് ആണെങ്കിലും ആക്ടിവിറ്റീസ് ഓറിയന്റഡ് സിനിമ കൂടിയാണ് ക്യാരക്ടേഴ്സിന്. അപ്പൊ അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതിലെങ്ങനെയാണ് ഈ ഒരു ഈസിനെസ് കൊണ്ടുവരുന്നത്? ആക്ടിവിറ്റി ചെയ്യുമ്പം ചിരിപ്പിക്കാൻ എളുപ്പമാ, ബിക്കോസ് യുവർ ബോഡി ലാംഗ്വേജ് എൻഗേജ് ചെയ്യാൻ പറ്റുമല്ലോ. ഈ ക്യാരക്ടറല്ലേ സുലേഖ, സുലുവിനെ കുറച്ച് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, ബിക്കോസ് യു കാൺട്ട് യൂസ് you need to watch the film and then you can ask me the question again, because ചെറുതായിട്ട് ഒരു restricted ഒരു situation ഉണ്ടായിരുന്നു in this film where I can't use much of my body to express. So എല്ലാം കിടക്കുന്നത് ഇവിടെയാണ്, it's in showing like really weird expressions. അതിൻ്റെ ആരോ പറഞ്ഞിരുന്നു എന്തോ പൂച്ചയെന്തോ അടിയിലൂടെ പോയപ്പോ മമത ചെയ്തിരുന്ന ഒരു weird expression ആയിരുന്നു ട്രെയിലറിനകത്ത്. അത് നല്ല രസം ഉണ്ടായിരുന്നു, ചിരിപ്പിച്ചു എന്ന്. So that is a real challenge where you're ഒരു ചട്ടക്കൂടിനകത്ത് ഇരുന്നിട്ട് how do you make people laugh എന്നുള്ളത്. So it's just like how all of you put മറ്റേ സോഷ്യൽ മീഡിയ ഇതിൻ്റെ അകത്ത് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് ആളെ ചിരിപ്പിക്കുന്ന പോലെ. So അതിന് ക്രെഡിറ്റ് കൊടുക്കുന്നത് is to the script, to the writer ഇക്ബാലിക്ക. എഴുതിയിരിക്കുന്ന വരികളും അത് നമ്മളെടുത്ത് ചെയ്യുമ്പോഴും പിന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംബിയൻസ്, സാറ് ക്രിയേറ്റ് ചെയ്യുന്ന ആംബിയൻസ്, all that is what situational humor ആണ് എല്ലാം. I'm comfortable. I love doing both. ഈ നേരത്തെ നമ്മൾ ഭ്രമം പറഞ്ഞു, ഭ്രമത്തിലെ ക്യാരക്ടറിനുള്ള ഒരു നെഗറ്റീവ് ടച്ച്, ഒരു ഡാർക്ക് ഹ്യൂമർ സ്വഭാവമുള്ള സിനിമയായിരുന്നു. അന്താദുവിന്റെ റീമേക്ക് ആയിരുന്നു. സിനിമയുടെ ഒരു പോസ്റ്റ് റിലീസ് ടൈമിൽ ഈ ക്യാരക്ടറിന് തബു ചെയ്ത ക്യാരക്ടറായിട്ടുള്ള കമ്പാരിസൺസ് ഒരുപാടുണ്ടായിരുന്നു. ഒരു ഉറപ്പായിട്ടും അത്തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ, സിനിമകളുടെ തന്നെ ജയപരാജയങ്ങൾ, അതിനെങ്ങനെ മമത നോക്കി കാണുന്നത്? I love them.
I mean, that's when you know that your viewers are actually watching you, comparing you. The comparison was bound to happen. അതുകൊണ്ട് ആ പടം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അറിയാമല്ലോ ഒരു ചാലഞ്ചിങ് ടാസ്ക് ആണ് എടുക്കുന്നത്. പക്ഷെ അതിനെ അങ്ങനെ അത്രയും ഒരു വലിയൊരു ചാലഞ്ചായിട്ടും നമ്മളങ്ങ് എടുത്തിട്ടൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് സംതിങ് വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഓൾ ദിസ് വെൻ വി ആർ ഡൂയിങ് എ ഫിലിം. നമുക്ക് ആ പടം ഇഷ്ടമായി, വി ആർ മേക്കിംഗ് ഇറ്റ് ഫോളോയിങ് അവർ ഓൺ സ്ക്രിപ്റ്റ്. അത് റീഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ്. ഓൾദോ ദേ വർ ലോട്ട് ഓഫ് കോഴ്സ് ദർ ആർ സിമിലാരിറ്റീസ്, ബട്ട് യു വർക്കിംഗ് വിത്ത് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് ടീം. ആൻഡ് ദ വേ രവി സർ decided to has the picture in his mind, the film in his mind was very different from what Andhadhun was. ഇതിനകത്ത് കുറേയും കൂടെ ഹ്യൂമർ വാസ് there because നമ്മുടെ ഓഡിയൻസിന് ഹ്യൂമർ ആണ് കൂടുതൽ വേണ്ടത്. അത്രയ്ക്കും ഒരു ഡാർക്ക് മൂഡ്, ഒരു നോർ ഫിലിമിന്റെ ഒരു മൂഡ് നമുക്ക് മലയാളം ഓഡിയൻസിന് റീപ്രസെന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് serving the same item in a different package. That's not what we were trying to do. We were trying to make the item taste different as well. So I believe that critics are very important. I love it. I wholeheartedly welcome it. എന്തുകൊണ്ടെന്ന് വെച്ചാൽ because I have a conviction in what I have done. I have a conviction in what Prithvi has brought to the character. Unni has aced in what he's done. And Sir has gotten some amazing reviews. Appam we had an equal amount of pluses and maybe pretty much an equal amount of vimarshanam as well. So I received them both positively. ഇത് രണ്ടും കോഎക്സിസ്റ്റ് ചെയ്യണല്ലോ. അപ്പോഴാണല്ലോ നമുക്ക് ആക്ടർ എന്നതിലെ ഗ്രോത്തിനും അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. I mean, there's nothing much to has doing Simi's role in Brahmam given growth to me as an actor? Absolutely yes. ഞാൻ അത് മാത്രമല്ലേ ശ്രദ്ധിക്കുന്നുള്ളൂ. And the film has done amazingly well business wise. So it's a win-win. എന്തായാലും എല്ലാവിധ ആശംസകളും. Thank you so much.